ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് ഭാഗവതത്തിലെ മാഹാത്മ്യം പറയേണ്ട വൈകലിയാണ്. അപ്പം നമുക്കൊന്ന് അതെന്താണെന്നൊക്കെ നമുക്കറിയാം. അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, ഭാഗവതമായാലും ഭഗവത്ഗീതയായാലും വേദങ്ങൾ, ഇതൊക്കെ എന്തിനാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നാലല്ലേ ഉള്ളൂ ഇതൊക്കെ പഠിക്കാനുള്ള താല്പര്യം ആൾക്കാർക്ക് വരുത്തുള്ളൂ. അല്ലെങ്കിൽ പൊതുവെ വേറെ ഒരു രീതിയിലാണ് ആൾക്കാർ കാണുന്നത്, അല്ലെ? ഒരു ശ്ലോകം തന്നെ ഉണ്ട്, ചതുർവേദ പുരാണാനി സർവോപനിഷദസ്തഥാ രാമായണം ഭാരതം ച ഗീത ഷഡ്ദർശനാനി ച എന്ന് വെച്ചാൽ 4 വേദങ്ങൾ. ചതുർവേദ എന്ന് വെച്ചാൽ 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, അല്ലെ, സാമവേദം, അഥർവവേദം. പിന്നെ പുരാണാണി എന്ന് വെച്ചാൽ 18 പുരാണങ്ങൾ, സർവോപനിഷത്തും എല്ലാ ഉപനിഷത്തുകളും ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെന്ന് വെച്ചാൽ 10 ഉപനിഷത്താണ് ഇപ്പം നിലവിൽ നമ്മളെല്ലാവരും പഠിക്കുന്നത്. പിന്നെ മഹാഭാരതം, രാമായണം, ഗീത എന്ന് പറയുന്നത് ഭഗവത്ഗീത. അങ്ങനെ ഈ 6 ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കൂടുതലും ഏതാന്ന് പറ്റുന്നതെന്ന് വെച്ചാൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇപ്പം ഭാഗവതം, രാമായണം, ഭഗവത്ഗീത ഇതൊക്കെ പഠിച്ചു പോകണം, നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പം ഈ ഗ്രന്ഥങ്ങൾ എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ഭഗവാനിൽ നിന്ന് പുറപ്പെട്ടവരാണ്. നമ്മൾ ചെന്ന് ലയിക്കേണ്ടതും ഭഗവാനിലേക്കാണ്. എങ്ങനെയാണോ ജലം, നദിയുടെയൊക്കെ ജലം സാഗരത്തിൽ പോയി സമുദ്രത്തിൽ പോയി ലയിക്കുന്നത്, അതുപോലെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോകുന്നവർ പഠിക്കാനായാലും ജോലിക്കായാലും അവർ തിരിച്ച് വീട്ടിലെത്തുന്നത്, അതുപോലെ തന്നെയാണ് നമ്മളെല്ലാം ഭഗവാനിൽ നിന്ന് പുറപ്പെട്ടു തിരിച്ചെത്തേണ്ടതും ഭഗവാനിലേക്കാണ്. അപ്പോൾ ആ വിദ്യയാണ് ഈ ഭാഗവതം, ഭഗവത്ഗീത, രാമായണത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ എല്ലാവരും നമ്മുടെ മക്കളെ പൈസ ഉണ്ടാക്കാനുള്ള വിദ്യ മാത്രമേ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ. ആ പേരും പ്രശസ്തിയും അത് പുനരപ്പി ജനനം പുനരപ്പി മരണം. നമ്മൾ ഉണ്ടാക്കിയ സമ്പാദ്യമായാലും പേരും പ്രശസ്തിയും എല്ലാം തന്നെ അത് ഈ ഒരു ജന്മത്തിലേക്കേ ഉള്ളൂ, അത് അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ മരണപ്പെടുക എന്ന് വെച്ചാൽ തന്നെ ഈ ശരീരത്തിനാണ് നാശം സംഭവിക്കുന്നത്. ഇതിലുള്ളിലിരിക്കുന്ന സത്ത് ഈ ശരീരം വിടുമ്പോഴാണ് സത്ത് അല്ലെങ്കിൽ ചൈതന്യം, ആത്മാവ് എന്നൊക്കെ നമുക്ക് പറയാം. അത് ഈ ശരീരം വിടുമ്പോഴാണ് ജഡമാകുന്നത്, മരിച്ചെന്ന് പറയുന്നത് തന്നെ. ഈ സത്ത് അടുത്ത ശരീരം സ്വീകരിക്കും. നമ്മളുടെ കർമ്മങ്ങൾ അനുസരിച്ചും നമ്മളുടെ ഈ ഭഗവാനുമായിട്ടുള്ള സംഘം അനുസരിച്ചായിരിക്കും അടുത്ത കുലങ്ങളിൽ നമ്മൾ പോയി ജനിക്കുന്നത്. ആണായിട്ടാണോ പെണ്ണായിട്ടാണോ, പണക്കാരുടെ വീട്ടിലാണോ പാവങ്ങളുടെ വീട്ടിലാണോ, അതോ നല്ല ഈശ്വര്യമായിട്ട് ചിന്തിച്ചു പോകുന്നവരുടെ വീട്ടിലാണോ, അതൊക്കെ ഭഗവത്ഗീത എടുത്തു പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങളും അർജുനൻ ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ആ രീതിയിൽ പോകുന്നത്. അപ്പം നമ്മൾ ഈ സമ്പാദിക്കുന്ന എല്ലാം ഈ ജന്മത്തിലേക്കേ ഉള്ളു, അത് നമ്മൾ മനസ്സിലാക്കണം. തിരിച്ച് നമ്മളുടെ ശാസ്ത്രവും കൂടെ പഠിച്ചു പോയാലേ ഉള്ളൂ ആ ഭഗവാനിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. എന്ന് വെച്ച് ഇത് മാത്രം മതി, രാമ രാമ കൃഷ്ണ കൃഷ്ണ മാത്രം മതി, പണം അതൊന്നുമല്ല, എല്ലാം വേണം. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ നമുക്ക് ഭഗവാനിലേക്കും എത്തണം. ഈ ശരീരം വിട്ട് ആത്മാവ് അടുത്ത ശരീരം സ്വീകരിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള കുലങ്ങളിൽ പോയി ജനിക്കണമെങ്കിൽ നമ്മൾ ഇതനുസരിച്ച് പോയാലേ ഉള്ളു അതനുസരിച്ചുള്ള കുലങ്ങളിൽ പോയി ജനിക്കത്തുള്ളു. അല്ലെങ്കിൽ പണത്തിന്റെ പുറകിന് ഓടുന്നേ ദുഷ്ടന്മാരുടെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ജന്മമായിരിക്കും നമുക്ക് വരുന്നത്. അത് നമുക്ക് അറിയില്ല, നമ്മുടെ കർമ്മങ്ങൾ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ശാസ്ത്രം പഠിച്ചു പോകേണ്ടത് അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് അറിയാനാണ് ശാസ്ത്രം കുറിച്ച്. ആ ഭഗവാൻ നാമം സങ്കീർത്തനോ ഒക്കെ ആയിട്ട് പോകുമ്പം ആ ഭഗവാനിൽ എത്തുക നമ്മളിങ്ങനെ 18 പടിയായിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഭഗവാന്റെ അടുത്ത് ഇപ്പൊ സ്വാമിയുടെ അടുത്ത് എത്താൻ 18 പടിയല്ലേ, അവിടെ ഒരു 18 പടി അവിടെ എത്തുമ്പോൾ എന്താ, തത് ത്വം അസി. തത് എന്ന് വെച്ചാൽ അത്, ത്വം നീ, അസി അത് നീ തന്നെ ആകുന്നു അല്ലേ. അപ്പൊ നമ്മളിപ്പം ഏതോ ഒരു 4-5 ജന്മങ്ങൾ കഴിഞ്ഞു കാണും, അത്രയേ ഉള്ളു. ഇനിയും കിടപ്പുണ്ട് ഭഗവാനിലെത്താൻ. ഇതൊരു അസംഷനായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമ്മൾ ഭഗവാനുമായിട്ടും കൂടെ സംഘം വെച്ച് വേണം പോവാൻ. എന്ന് വെച്ചാൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകം, ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ റിപുർ ആത്മനം. നമ്മുടെ ബന്ധുവും ശത്രുവും എല്ലാം നമ്മൾ തന്നെയാണ്, മനസ്സിലായി. നമ്മൾ ഉയർത്തണം. നമ്മുടെ അച്ഛൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, മക്കള്, സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല.
അപ്പം നമ്മൾ അതും കൂടെ അനുസരിച്ച് വേണം നമ്മൾ ജീവിച്ചു പോകാൻ. അപ്പം അതിൻ്റെ വേഗില് ഇപ്പം നടക്കുന്ന കലിയുഗമാണ്. 4 യുഗങ്ങളുണ്ടായിരുന്നു. സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം, രണ്ടാമത്തത് ത്രേതായുഗം. ആ യുഗത്തിലാണ് ശ്രീരാമചന്ദ്രൻ ഹനുമാൻ സ്വാമിയുടെയൊക്കെ ടൈം പീരീഡ്. ദ്വാപരയുഗം, ദ്വാപരയുഗമാണ് മഹാഭാരത യുദ്ധവും അർജുനനും കൃഷ്ണനും ഒക്കെ ഉള്ള സമയം. ഇപ്പൊ കലിയുഗം നമ്മളെല്ലാവരും ഉണ്ട്. ഇത് 4,20,000 വർഷമാണ് ഈ കലിയുഗം എന്ന് പറയുന്നത്. ഇപ്പൊ 5,000 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ തന്നെ എന്തെല്ലാം കലാപമാണ് നടക്കുന്നത്. അപ്പൊ പിന്നെ ഒന്ന് ഊഹിച്ചു നോക്ക് ഇനി പോകെ പോകെ എന്താവുമായിരിക്കുന്നത്. അപ്പൊ ഈ ഓരോ യുഗത്തിലും ഭഗവാനെ പ്രാപിക്കാൻ ഓരോ രീതിയായിരുന്നു. സത്യയുഗത്തില് ധ്യാനമായിരുന്നു. ഭഗവാനെ ധ്യാനിച്ചിരുന്നിരുന്ന് ആ രീതി നമ്മൾ ഭഗവാനിലെത്തുമായിരുന്നു. ത്രേതായുഗത്തില് യജ്ഞങ്ങളായിരുന്നു. യജ്ഞങ്ങള് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ശ്രീരാമചന്ദ്രൻ അവരൊക്കെ ജനിച്ചത് തന്നെ പുത്രകാമേഷ്ടി യജ്ഞം ചെയ്ത അശ്വമേധയാഗം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഭഗവാനെ പ്രാപിക്കാൻ. അത് കഴിഞ്ഞ് ദ്വാപര യുഗത്തിലായിരുന്നു പൂജാതി കാര്യങ്ങൾ, അമ്പലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഈ കലിയുഗം വെരി സിമ്പിളാണ്. പൈസ ചെലവില്ല, ഒന്നുമില്ല, മനസ്സ് മാത്രം മതി. ആ നാമസങ്കീർത്തനം ഷോഡശ മന്ത്രം എന്ന് പറയും. ഷട്ട് 6 ദശ 10 6 + 10 16 എന്നുവെച്ചാൽ 16 വേർഡ്സ് ഉള്ള മന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. 16 വേർഡ്സ് ഉള്ള മന്ത്രം. അതാണ് ഷോഡശ മന്ത്രം. മാത്രം മതി ആ ഭഗവാനിൽ എത്തേണ്ടവെങ്കിൽ. നാം ഭാഗവതത്തിൽ 18,000 ശ്ലോകങ്ങൾ ഉള്ളതിൽ ഏറ്റവും അവസാനത്തെ ശ്ലോകം തന്നെ നാമസങ്കീർത്തനം യസ്യ സർവ പാപ പ്രണാശനം എന്ന് വെച്ചാൽ നാമസങ്കീർത്തനം കൊണ്ട് എല്ലാ പാപങ്ങളും പോകും. പ്രണാമോ ദുഃഖ ശമനം. മാത്രമല്ല പ്രണമിക്കുമ്പോൾ ആ ദുഃഖവും ശമിക്കുന്നു. തം നമാമി ഹരിം പരം. ആ ഹരിയുടെ നാമം മാത്രം മതി. ആ ഭഗവൻ നാമസങ്കീർത്തനം കൊണ്ട് നമ്മുടെ പാപങ്ങളും പോകുന്നു, നമ്മുടെ ദുഃഖവും ശമിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നാമസങ്കീർത്തനം കൊണ്ടുള്ള ഗുണങ്ങൾ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് കിട്ടും എന്ന് പറഞ്ഞല്ലേ ചെയ്യുന്നത്. ഗണപതി ഹോമം ചെയ്യുന്ന എന്തിനാ? നമ്മൾ ഭഗവാനാ ഇന്ന് ഗണപതിക്ക് പോയി ഒരു തേങ്ങ ഉടച്ചേക്കാം, ഗണപതിക്ക് ഒരു തേങ്ങ ഇരിക്കട്ടെ എന്നൊന്നും പറഞ്ഞല്ലല്ലോ നമ്മൾ പോയി ചെയ്യുന്നത് അല്ലേ. അല്ലെ ഗണപതി ഹോമം ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങളുടെ വേക്കില്, നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങൾ മാറേണ്ട വേക്കിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നാമസങ്കീർത്തനം ചെയ്യുമ്പം നമ്മളുടെ പാപങ്ങളും പോകുന്നു, നമ്മളുടെ ദുഃഖവും ശമിക്കുകയാണ് ചെയ്യുന്നത്. ഈ പാപങ്ങളൊക്കെ എങ്ങനെ വന്നതാ? പല ജന്മങ്ങളിൽ ചെയ്ത് പാപകർമ്മങ്ങളാണ്, പുണ്യകർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖമായാലും സുഖമായാലും. അതാണ് അല്ലാതെ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഒരു ദുഃഖവും ചെയ്തിട്ടില്ല, ഞാൻ നല്ല രീതി എല്ലാവരോടും അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. ഈ ജന്മത്തിൽ നമ്മളെയല്ലേ നമുക്കറിയോ? മുജ്ജന്മങ്ങളിലെ നമ്മളെ നമുക്കറിയില്ലല്ലോ. ആ ജന്മങ്ങളിൽ ചെയ്തതാണ് നല്ലതാണ് നമുക്ക് സുഖമായിട്ട് വരുന്നത്, ചീത്തയാണ് ദുഃഖമായിട്ട് വരുന്നത്. പക്ഷെ ഇതിപ്പോ എന്താ വേണ്ട? നല്ലതും ചീത്തയൊന്നും നോക്കണ്ട. ആ നാമസങ്കീർത്തനം എന്ത് ചെയ്യുന്നു ഭഗവാനായിക്കൊണ്ട് നമ്മൾ ചെയ്ത് എല്ലാം പോവുക. അപ്പൊ ഒന്നും വരുന്നില്ല, നമ്മളെ ബാധിക്കുന്നില്ല, പാപവും ബാധിക്കുന്നില്ല, പുണ്യവും ബാധിക്കുന്നില്ല, എല്ലാം ഭഗവാന്റെ കൃപ. ആ രീതി നമ്മൾ ജീവിച്ചു പോവുകയാണെങ്കിൽ ആ നാമസങ്കീർത്തനവും കൊണ്ട് പോകും തോറും ഭഗവാനിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ ജന്മത്തിൽ നമ്മൾ എത്തുമോന്നൊന്നും നമുക്കറിയില്ല. നാമസങ്കീർത്തനം എത്രയും കൂടുന്നു അത്രയും നല്ലത്. ഭഗവാന്റെ കഥകളും വായിച്ച് ഭഗവാനെ കുറിച്ച് സ്മരിച്ച് നമ്മുടെ ജീവിതം നമ്മൾക്ക് എൻജോയ് ചെയ്ത് തന്നെ പോവാം. കല്യാണങ്ങൾ അറ്റൻഡ് ചെയ്തും ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്തും ആഡംബര ജീവിതം എല്ലായിട്ടും ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ കൂടെ ആ ഭഗവാനെയും കൂടെ മുറുക്കെ പിടിക്കണം. ആ ഭഗവാൻ നാമസങ്കീർത്തനം, ആ ഭഗവാനെ മുറുക്കെ പിടിച്ചാലേ ഉള്ളു ആ അന്ത്യസമയത്ത് ഭഗവത് നാമം ചൊല്ലിപ്പോകുന്ന ആരാണോ. ആ ഭഗവത്ഗീതയെ പറയുന്നുണ്ട്, 8ാമത്തെ അധ്യായത്തിൽ 5ഉം 6ഉം ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പറയുന്നുണ്ട്, അന്ത്യകാലേ ചമാമേവ സ്മരേ മുക്ത്വാ കളേഭരം. ആരാണോ അന്ത്യകാലത്ത് എന്നെ സ്മരിച്ചു പോന്നെ അർജുന, അവൻ എന്നിൽ വന്ന് ലയിക്കും. അല്ലെങ്കിൽ എം വാപ്പി സ്മരൻ ഭാവം എന്നും പറഞ്ഞുണ്ട്, നീ എന്ത് ചിന്തിച്ചാണോ പോന്നെ അതായിരിക്കും അടുത്ത ജന്മം. അപ്പം ഇതെല്ലാം ശാസ്ത്രം പ്രമാണമാണ്, അല്ലാതെ നമ്മൾ അവരും ഇവരും പറയുന്ന കേട്ടുള്ള കാര്യങ്ങളല്ല. ശാസ്ത്രം ഭഗവത്ഗീത എന്ന് പറയുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ ഇത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് വേണം എന്തിനാണ് ഭഗവത്ഗീതയും ഭാഗവതവും ഈ ശാസ്ത്രം പഠിക്കുന്നത്. മറ്റ് സഭകളിൽ അവരവരുടെ ശാസ്ത്രം പഠിച്ചു പോകുന്നുണ്ട്. ആ കുട്ടികൾ നല്ല ഇതിലാണ്, നല്ല ബോൾഡാണ്, നല്ല രീതി ഒരു തെറ്റ് വഴി പോകുന്നില്ല. പക്ഷെ നമ്മളിത് പഠിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം.
നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകും വരും, അതൊരു ബിസിനസ് ഡീലാണ് ഭഗവാന്. ഇപ്പം തന്നെ അമ്പലങ്ങളിലൊക്കെ എന്താ കാശ് ചെലവ് ചെയ്യുന്നത്, ഓരോന്നും എന്തൊക്കെ മേടിച്ചു കൊടുക്കുന്നു ഭഗവാന്. ഭഗവാൻ ഇതൊന്നും വേണ്ട അല്ല, ആ ഭഗവാനാണ് നമുക്ക് ഇതെല്ലാം തരുന്നത്. തിരിച്ച് നമ്മൾ എന്തിനാ ഭഗവാന് കൊണ്ട് കൊടുക്കുന്നത് തന്നെ. പക്ഷെ ഭഗവാൻ പറയുന്നത്, എനിക്ക് നിന്റെ പൂവും ചന്ദനത്തിരി ഒന്നും വേണ്ട, മനസ്സാവുന്ന പുഷ്പമാണ് അർപ്പിക്കാൻ ഭഗവാൻ പറയുന്നത്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി. ആരാണോ എനിക്ക് ഭക്തിയോടുകൂടി പത്രം പുഷ്പം ഫലം തോയം അല്ലെ, ജലവോ അല്ലെങ്കിൽ ഒരു ഫലവോ പുഷ്പവോ എന്തും മനസ്സോടെ തരുന്ന എനിക്ക് അതാണ് സ്വീകാര്യം, അല്ലാതെ ഒന്നും അല്ലെന്ന് ഭഗവാൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. ഭഗവത്ഗീത 9-ാമത്തെ അധ്യായത്തിലാണിത്. അതേ ഇത് തന്നെ ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ കുചേല വൃത്താന്തത്തിന്റെ അടുത്തും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എടുത്തു പറയുന്ന കാരണം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന്റെ വേക്കിലാണ് എടുത്ത ഭാഗങ്ങൾ പറയുന്നത്. ഭഗവത്ഗീത 9-ാമത്തെ അധ്യായത്തിൽ ഒരു 20 ശ്ലോകങ്ങൾ, 20-ാമത്തെ ശ്ലോകങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. എത്രാമത്തെ ആണെന്ന് ഓർക്കുന്നില്ല, 26 സംതിങ് ആണെന്ന് തോന്നുന്നു, 22 എന്തോ ഓർക്കുന്നില്ല. ഇത് പറയാൻ കാരണം നിങ്ങളത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം ശാസ്ത്രം പഠിക്കേണ്ട. അല്ലെ എല്ലാവരും വിചാരിക്കും അവർക്കങ്ങ് ഭയങ്കര ഭക്തിയാ, അങ്ങനെ ഇങ്ങനെ വേണ്ടാത്ത ഒരു ടോക്സ്. അതല്ല, നമ്മൾ ആ ശാസ്ത്രം പഠിച്ച് ഇപ്പൊ നമ്മളെ കളിയാക്കുന്നവരൊക്കെ പലരും കാണും. അവരും വരും ഒരു 3-4-5 ജന്മങ്ങളൊക്കെ കഴിയുമ്പോൾ പതുക്കെ കഷത്ത് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വെച്ച് ഈ വഴിയെ തന്നെ വരും. എന്നുവെച്ചാൽ ഈ വഴിയല്ലാതെ ഭഗവാനിലേക്ക് എത്താൻ പറ്റില്ല. ആ ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ സത്സംഗി വരണം. എല്ലാവർക്കും വിശ്വാസഭക്തിയുണ്ട് അല്ലെ, പക്ഷേ ആ വിശ്വാസഭക്തിയും കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നേടുന്നതേ ഉള്ളു. പക്ഷെ ജ്ഞാനഭക്തി വേണം. ആ ജ്ഞാനം നേടണമെങ്കിൽ സത്സംഗത്തിൽ പോകണം. ആ സത്സംഗത്തിൽ കൂടിയാണ് നമുക്ക് ആ ഓരോ നാമസങ്കീർത്തനം, ഭഗവാന്റെ കഥകളും ഓരോ കാര്യങ്ങൾ അറിയേം നമ്മൾ ഭഗവാനുമായിട്ടാണ് അടുത്തോണ്ട് ഇരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിയണം. ഇനി നമുക്ക് ഭാഗവത മാഹാത്മ്യം എന്തിനാണെന്ന് നോക്കാം. ഭാഗവതം തന്നെ 12 സ്കന്ധങ്ങൾ, 335 അധ്യായങ്ങൾ, 18,000 ശ്ലോകങ്ങളാണ്. ആദ്യത്തെ സ്തുതി തന്നെ 2 ശ്ലോകങ്ങളായിട്ട് ഉത്തരയാണ് പറയുന്നത്. ഉത്തരയാണ് 2 സ്തുതികൾ ഭഗവാനെ സ്തുതിക്കുന്നത്. അതെന്താണെന്ന് പറയാൻ എന്താ പറയുന്ന, ഇവിടെ നമ്മള് മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം പാണ്ഡവരിനകത്തും കുട്ടി സംഘവും ആരും തന്നെ ഇല്ല. പാണ്ഡവന്മാരുടെ ഒരു കുട്ടികളും ഇല്ല. കൗരവന്മാര് മൊത്തത്തിൽ പോയി, പാണ്ഡവന്മാര് മാത്രമേ ഉള്ളൂ. അവരുടെ അടുത്ത ജനറേഷൻസ് ഇല്ല. പക്ഷേ അഭിമന്യു മരിക്കുമ്പം ഉത്തര ഗർഭിണിയായിരുന്നു. അഭിമന്യു എന്ന് പറയുന്നത് പാണ്ഡവരിലെ ഒരാളാണ് അർജുനൻ. അർജുനന്റെ സഹോദരിയെ കൃഷ്ണന്റെ സഹോദരിയെ സുഭദ്രയാണ് അർജുനൻ വിവാഹം ചെയ്തത്. അപ്പൊ അർജുനന്റെയും സുഭദ്രയുടെയും മകനാണ് അഭിമന്യു. അഭിമന്യു വിവാഹം ചെയ്തത് ഉത്തര. അപ്പൊ അഭിമന്യുടെ ഉത്തരയുടെയും മകനാണ് പരീക്ഷിത്ത്. അഭിമന്യു യുദ്ധത്തിൽ മരണപ്പെട്ടു. പക്ഷെ ആ സമയത്ത് ഉത്തര ഗർഭിണിയായിരുന്നു. യുദ്ധമെല്ലാം കഴിഞ്ഞ് കൗരവ പക്ഷത്തുള്ളവരെല്ലാം മരണപ്പെട്ടു. ഇത് കണ്ടപ്പം ദ്രോണാചാര്യരായിരുന്നല്ലോ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ഗുരു. അവരുടെ മകനായിരുന്നു അശ്വത്ഥാമ. അശ്വത്ഥാമാവ് ദുഷ്ടന്മാരുടെ സംഘത്തിന്റെ കൂടായിരുന്നു, എന്ന് വെച്ചാൽ കൗരവ പക്ഷത്തായിരുന്നു. അപ്പൊ കൗരവന്മാരെല്ലാം മരണപ്പെട്ടെന്ന് കാണുമ്പോൾ അശ്വത്ഥാമാന് ഭയങ്കര ദേഷ്യം വരും. അങ്ങനെയാണ് ബ്രഹ്മാസ്ത്രമേയും അപ്പൊ ഈ ഉത്തരയുടെ നേരം എന്ന് വെച്ചാൽ ഇനി അടുത്ത ജനറേഷൻ വേണ്ട, ഇവിടെ ആരുമില്ല അവിടെയും വേണ്ട, ആ രീതി എറിയും. അപ്പം ഉത്തര എന്താ ചെയ്യുന്നത്, പാണ്ഡവന്മാരെ അല്ല പോകുന്നത്. പുറത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ, നമുക്കിപ്പം പുറത്തുനിന്ന് വല്ലതും വേണമെങ്കിൽ നമുക്ക് ഭർത്താവിനോടോ മകനോടോ സഹോദരനോടോ അല്ലെ ആരോട് വേണമെങ്കിലും അച്ഛനോടോ ഒക്കെ പറഞ്ഞാൽ അവർ കൊണ്ടുതരും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഓരോ സംഘർഷം നടക്കുന്നെങ്കിൽ അത് ഭഗവാൻ മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഉത്തരയും പുറത്തുനിന്ന് വേണോ അല്ല, ഇത് ഉത്തരയുടെ ഉള്ളിലോട്ടാണ്, ആ ഗർഭത്തിലോട്ടാണ് ഇത് വരുന്നത്. ഉത്തര ഓടി ഭഗവാന്റെ അടുത്താണ് പോയത്. പാഹി പാഹി മഹായോഗീൻ ദേവദേവ ജഗത്പതേ നാനിയത് ത്വത് അഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ഈ ഒരു ശ്ലോകം പറഞ്ഞു ഉത്തര ഭഗവാനെയാണ് സമീപിക്കുന്നത്. എന്നുവെച്ചാൽ ഉള്ളിലാണ് മൃത്യു വരുക, കുട്ടി മരിച്ചു പോവും. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ചെറു വിരലിന്റെ ഒരു വളയം പോലെ ഉത്തരയുടെ ഗർഭത്തിനു ചുറ്റും ഇതായി. ആ കുട്ടി അമ്മയെ കാണുന്നതിന് മുമ്പ് തന്നെ ഭഗവാനെ കണ്ടു. അപ്പം പ്രസവം കഴിയുമ്പോൾ ഈ കുട്ടി വരുമ്പോൾ പുറത്ത് വന്ന് ഇങ്ങനെ നിരീക്ഷിക്കുക. അതാണ് പരീക്ഷിത്തെന്ന് പേര് വന്നാണ്. ഇങ്ങനെ പുറമെ എവിടെയെന്ന് നോക്കുവാണ്. ഞാൻ ഉള്ളിൽ കണ്ട ആ തേജസ് എന്തെന്നും പറഞ്ഞാണ് ഈ നോക്കുന്നത്.
അതാണ് പരീക്ഷിത്ത് എന്ന് പേര് പറയുന്നത് തന്നെ. പക്ഷെ ശരിക്കുള്ള പേര് വിഷ്ണുരാധൻ എന്നാണ്. അഭിമന്യുടെ ഉത്തരയുടെയും മകൻ. അടുത്ത ഒരു ജനറേഷനാണ് പരീക്ഷിത്ത്. വേറെ ആരും ഇല്ല, എല്ലാവരും മരണപ്പെട്ടു. ദ്രൗപദിയുടെ 5 മക്കളും സകലമാനം പേര്. ഇവർക്കൊക്കെ വേറെ ഭാര്യമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഭീമന് ഘടോത്കച്ച് മകനായിരുന്നു, ഹിഡിംബയുടെ മകൻ, അവരെല്ലാം മരണപ്പെട്ടു. ഈ കുട്ടി മാറ്റി പൗത്രൻ, മകന്റെ മകനാണല്ലോ, പൗത്രൻ മാത്രമേ ഉള്ളൂ രക്ഷപ്പെട്ടത്. അത് ഭഗവാന്റെ ഒരു കാരുണ്യം. അങ്ങനെ ഈ കുട്ടിക്ക് അമ്മയുടെ ഗർഭത്തിൽ തന്നെ ഭഗവാന്റെ ദർശനം കിട്ടി. അവസാനവും ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഈ ഒരു ശാപവും കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഈ പരീക്ഷത്ത് രാജ്യം ഭരിക്കുമായിരുന്നു. പാണ്ഡവന്മാരെല്ലാം പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പരീക്ഷിത്ത് ഒരു ദിവസം വേട്ടയ്ക്ക് പോകും. ഹണ്ടിങ്ങിന് പോകുമ്പം ദാഹിച്ച്, അപ്പൊ അവിടെ നോക്കുമ്പോൾ ഒരു കുടിലും കാണും. ഒരു മഹർഷി അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നുണ്ടായിരുന്നു. ശമീക മഹർഷിയായിരുന്നു അത്. അവിടെ ചെന്നിട്ട് ചോദിക്കും, വെള്ളം ദാഹിക്കുന്നു, എനിക്ക് ജലം തരാൻ പറയും. പക്ഷെ മഹർഷി ധ്യാനിച്ചിരുന്നോണ്ട് ശ്രദ്ധിച്ചില്ല, അറിയുന്നില്ല. അപ്പൊ പരീക്ഷത്തിന് ദേഷ്യം വരും. കലി ബാധിച്ച് അതുകൊണ്ടാണ് പറയുന്നത് ദേഷ്യം വരും. ദേഷ്യം വരുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം അവിടെ ഒരു ചത്ത പാമ്പിനെയാണ് കാണുന്നത്. ആ ചത്ത പാമ്പിനെ തന്റെ ധനുസ്സും കൊണ്ടെടുത്ത് ഈ ശമീക മഹർഷിയുടെ കഴുത്തെ ഇടും. എന്നിട്ട് അങ്ങ് പോകും. അപ്പൊ ഇത് അവരുടെ മകനായിരുന്നു ശൃംഗി. ശൃംഗിയുടെ ഒരു കൂട്ടുകാരൻ കാണും. എന്നിട്ട് പോയിട്ട് പറയും, നിന്റെ അച്ഛന്റെ കഴുത്തിൽ മഹാരാജാവ് ചത്ത പാമ്പിനെ ഇട്ടെന്ന് പറയും. അപ്പൊ ശൃംഗി അവിടെ, ബ്രാഹ്മണന്മാരാണല്ലോ ഇവര്, ശൃംഗി അവിടെ നിന്നുകൊണ്ട് പറയും, ആരാണോ എന്റെ അച്ഛന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ട് അവൻ 7-ാം നാള് മരണപ്പെടുമെന്ന് പറയും. എന്നിട്ട് ഓടി വന്ന് അച്ഛന്റെ കഴുത്തിൽ നിന്ന് അതെടുത്ത് മാറ്റും. അതെടുത്ത് മാറ്റുമ്പം ഈ പറഞ്ഞ കൂട്ട് എന്നിട്ട് പറയും, അച്ഛനെ തട്ടി ഉണർത്തും. അപ്പൊ ഇതുപോലെ പറയും. അപ്പൊ അച്ഛൻ വഴക്ക് പറയും, മകനെ നമ്മളല്ല, രാജാവ് സംഭവിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ രാജ്യം അരാജകത്വമായി പോകും, മറ്റുള്ളവർ അറ്റാക്ക് ചെയ്യും, അങ്ങനെയൊക്കെ വരുമല്ലോ. ഗ്രഹനാഥനില്ലാതെ വന്നാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ, അതുപോലെ ആവും എന്നൊക്കെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്ന് പറയും. രാജാവ് അറിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ രാജാവ് അറിയും. രാജാവ് പറയും, ഇത് തന്നെ അവസരം, ഇത് ഭഗവാൻ നിശ്ചയമാണ്. ഒരു ദേഷ്യമോ വിഷമോ ഒന്നും തോന്നിയില്ല. രാജ്യം തന്റെ മകനായ ജനമേജയനെ ഏൽപ്പിച്ചിട്ട് പരീക്ഷത്ത് ഗംഗാതടത്തിൽ പോയി, തീരത്ത് പോയി ധ്യാനിക്കാൻ, ഭഗവാൻ ധ്യാനം. 7-ാം നാള് മരണപ്പെടുമല്ലോ. അങ്ങനെ പോയിരിക്കുമ്പോഴാണ് അവിടെ ശുഗബ്രഹ്മർഷി വരുന്നത്. വ്യാസമഹർഷിയുടെ മകനാണ് ശുഗബ്രഹ്മർഷി വരികയും പിന്നെ എല്ലാ മഹർഷിമാരും വരെയും. അങ്ങനെയാണ് ഈ ഭാഗവതം സപ്താഹ രൂപത്തിൽ വന്നത്. 7 ദിവസം ഭാഗവതവും ഉണ്ട്, പക്ഷെ 7 ദിവസമായിട്ട് വരുന്നതും ഒക്കെ അങ്ങനെ ആയിരുന്നു. അതുമല്ല, അപ്പം ആ പരീക്ഷിത്ത് വിഷമിച്ചപ്പോൾ, ദുഃഖിച്ചപ്പോഴാണ് ഈ ഭാഗവത സപ്താഹ രൂപം. ഓരോ ദുഃഖത്തിൽ നിന്നാണ് ഓരോന്നും വരുന്നത്, സപ്താഹ രൂപത്തിൽ വരുന്നത്. അങ്ങനെ ശുഗബ്രഹ്മർഷി കഥ പറയാനിരിക്കുമ്പോഴാണ് ദേവന്മാർ ആകാശത്ത് അമൃത കുംഭമായിട്ട് വന്ന് നിൽക്കും. എന്നിട്ട് പറയും, ശുഗബ്രഹ്മർഷിയോട് പറയും, ശുഗബ്രഹ്മർഷി ഈ അമൃത് പരീക്ഷത്തിന് കൊടുത്തിട്ട് ആ ഭാഗവതം ഞങ്ങൾക്ക് തരൂ. എന്താന്ന് വെച്ചാൽ 7-ാം നാള് തക്ഷകൻ, ഏറ്റവും വിഷമുള്ള പാമ്പ്, തക്ഷകൻ ദംശിച്ചിട്ടാണല്ലോ മരിക്കുന്നത്. അപ്പം മരണം വരാതെ നോക്കാൻ അമൃതിന് പറ്റുമല്ലോ. ആ കഥ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പക്ഷെ ശുഗബ്രഹ്മർഷി ഒന്നും മന്ദഹസിച്ച് ഒന്നും പറയാൻ പോയില്ല. എന്താണെന്ന് വെച്ചാൽ അവര് ഭക്തന്മാരല്ല, ഭാഗവതം ഭക്തന്മാർക്കുള്ളതാണ്, അല്ലാതെ എല്ലാവർക്കും ഉള്ളതല്ല എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കത്തില്ല. അങ്ങനെയാണ് കഥ. പിന്നെന്ന് വെച്ചാൽ അത് അങ്ങനെയായിട്ട് പോകുന്നു. ഈ കഥ ഭാഗവതം മഹാത്മ്യം തുടങ്ങുന്നത് തന്നെ ഈ പരീക്ഷിത് മഹാരാജാവിന് ശുഗബ്രഹ്മർഷി ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ നേരത്തെ അവിടെ സൂതമുനി ഉണ്ടായിരുന്നു. അപ്പൊ സൂതമുനി കുറെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം സൂതമുനിയോട് ശൗനകാദികൾ, കുറെ വേറെ മുനികളാണ്, അതാണ് ശൗനകാദികൾ എന്ന് പറയുന്നത്. ശൗനകാദി മുനിമാരെല്ലാവരോട് സൂതമുനിയോട് ചോദിക്കും, പരീക്ഷിത്തിനോട് അത് പറഞ്ഞു കൊടുത്തത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്നും പറഞ്ഞാണ് കഥ തുടങ്ങുന്നത്. അങ്ങനെയാണ് ഈ കഥ പറയുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ എന്നിട്ട് പറയും, ഇതുപോലൊക്കെയാണ് കഥ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പറയും, നാരദ മഹർഷിക്ക് ഒരു ദിവസം തോന്നും ഭൂമിയിലൊക്കെ ഒന്ന് പോകാം, എങ്ങനെയുണ്ട് ഭൂലോകമൊക്കെ, കലിയുഗ ആഗതം ആയല്ലോ, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം എന്നുള്ള ഒരു രീതിയിൽ അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പം കാണുന്ന രംഗം ഓരോയിടത്തും ഓരോ തീർത്ഥസ്ഥലങ്ങളില്, ഹരിദ്വാരം, അതുപോലെ രാമേശ്വരം, അങ്ങനെ ഓരോ തീർത്ഥസ്ഥലങ്ങളിൽ പോകും. അവിടെ എല്ലാം ചെല്ലുമ്പോൾ കാണുമ്പോൾ എല്ലാം ബിസിനസ് ഡീലാണ്. ഭഗവാനെ കാണണമെങ്കിലും പൈസ കൊടുക്കണം,
ഭൂമിയിൽ മൊത്തം തീർത്ഥക്ഷേത്രങ്ങളെല്ലാം ഭഗവാനെ കാണാൻ ടിക്കറ്റ് എടുത്ത് കാശാണ്. ഭക്തിയൊക്കെ വിൽക്കുവാണ്. ശരിക്കും പറഞ്ഞു ഒരു സ്ഥലത്തും ഒരു നന്മ കാണുന്നില്ല. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ തന്നെ നാരദ മഹർഷിക്ക് ആകെ വിഷമമാകും. അങ്ങനെ നാരദ മഹർഷി വൃന്ദാവനത്തിലെത്തുമ്പം അവിടെ ഒരു നദീതീരത്ത് ഒരു സുന്ദരിയായിട്ടൊരു പെണ്ണിരുന്നുകൊണ്ട് ഭോ ഭോ സാധു തിഷ്ട തിഷ്ട എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കും. ഹേ സാധു ഒന്ന് നിൽക്കൂ എന്നും പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പൊ അടുത്ത് ചെല്ലുമ്പോൾ നല്ല സുന്ദരി ഒരു പെൺകുട്ടി, അടുത്ത് 2 വയസ്സ് ചെന്ന 2 പേര് കിടപ്പുണ്ട്. അപ്പൊ ചോദിക്കുകയും ഹേ ബാലേ, നീ ആരാണെന്ന് ചോദിക്കും. അപ്പം ആ കുട്ടി പറയും, മഹർഷി അങ്ങക്ക് തന്നെ എന്നെ മനസ്സിലായില്ല, പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? ഞാനാണ് ഭക്തി. ഈ കിടക്കുന്നത് എൻ്റെ മക്കളായ ജ്ഞാനവും വൈരാഗ്യവും ആണ്. ഞാൻ വൃന്ദാവനത്തിൽ വന്നുകൊണ്ട് എനിക്ക് യുവത്വം കിട്ടി, ഞാൻ യുവതിയായിട്ട് മാറി. അല്ലെങ്കിൽ ഞാനും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. ഈ കിടക്കുന്നത് ചേതനയറ്റ് കിടക്കുന്നത് എൻ്റെ മക്കളായ ജ്ഞാനവും വൈരാഗ്യമാണെന്ന് പറയും. എന്നുവെച്ചാൽ കലിയുഗത്തിൽ ഭക്തി ഇങ്ങനെ പൈസ കൊടുത്തുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ആൾക്കാർക്കുണ്ട്. നമുക്കെല്ലാം ഭക്തി ഉണ്ടല്ലോ അല്ലെ. ബിസിനസ് ഡീൽ പോലത്തെ ഒരു ഭക്തി അല്ല. നമ്മൾ എന്തിനാ കൈയെടുക്കുന്നത്? ഭഗവാനോട് പോയി നമ്മൾ എന്തോ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പക്ഷെ ജ്ഞാനവും വൈരാഗ്യം നേടാൻ ആർക്കും സമയമില്ല, ആർക്കും ബുദ്ധിമുട്ടാണ്, മനസ്സും ഇല്ല. അപ്പം നാരദ മഹർഷി പറയും, വിഷമിക്കേണ്ട, ഞാൻ അവരെ ഉണർത്താമെന്നും പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി അവരുടെ ചെവിത വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീത എല്ലാം ചൊല്ലിക്കൊടുക്കും. എന്നിട്ട് പറയും, ഹേ ജ്ഞാനമേ ഉണരൂ, ഹേ വൈരാഗ്യമേ ഉണരൂ എന്നൊക്കെ പറഞ്ഞ് ഉണർത്തും. നമ്മൾ അമ്മമാര് കുട്ടികളെ ഉണർത്തുമല്ലോ. രാവിലെ വെളുപ്പിനെ 5 മണിയാകുമ്പോൾ പൊക്കുമല്ലോ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ രാവിലെ സ്കൂളിൽ പോകണമല്ലോ. അപ്പം വിളിക്കുമ്പോൾ അവർ എഴുന്നേക്കും. അവർ എഴുന്നേറ്റിരുന്നെന്ന് കാണുമ്പോൾ നമ്മളങ്ങ് പോകും. അത് കഴിയുമ്പോൾ കിടന്നുറങ്ങും. പിന്നെ നന്നായിട്ട് അങ്ങ് ഉറങ്ങും അല്ലേ. നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റിച്ചൊന്ന് കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങിപ്പോ. അതുപോലെ തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് അതേപടി കിടന്നുറങ്ങി. അപ്പം നാരദ മഹർഷി അറിയിക്കേടാ, ഇത്രയും ഞാൻ വേദങ്ങളും ഉപനിഷത്തും എല്ലാം ചൊല്ലിയിട്ട് പോലും ഇവർക്ക് ഇത് പിന്നെ ഇനി എന്തായിരിക്കും? അപ്പോൾ ഒരു അശരീരി ഉണ്ടാവും. നാരദരെ അങ്ങൊരു സത്കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു, അത് കുമാരന്മാര് അങ്ങേക്ക് പറഞ്ഞു തരുമെന്നും പറയും. അങ്ങനെ നാരദ മഹർഷി ഭക്തിയോട് പറയും, വിഷമിക്കേണ്ട, ഞാൻ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞ് നേരെ വടക്കോട്ട് പോകും. ബദരിയാശ്രമത്തിൽ ആ സൈഡ് പോകുമ്പോൾ ഇവരെ കാണും. ഈ 4 കുമാരന്മാരാണ് ഇവർ, സനൽകുമാരന്മാര്. ഭഗവാന്റെ ഭയങ്കര ഭക്തന്മാരാണ്. അപ്പൊ സനൽകുമാരന്മാരെ നോക്കുമ്പം നാരദ മഹർഷി വിഷമിച്ചു വരുന്ന. അപ്പൊ ദേഷ്യം വരും. എന്നുവെച്ചാൽ ഒരിക്കലും ഭക്തന്മാര് മൂഡ് ഓഫ് ആയിട്ട് നടക്കാൻ പാടില്ല, വിഷമിച്ച് നടക്കാൻ പാടില്ല. ഭഗവാനെ സറണ്ടർ ചെയ്തവരെ എന്തിനാണ് വിഷമിക്കുന്നതിന്റെ ആവശ്യമില്ല. അപ്പം ചോദിക്കും, എന്താ നാരദരെ? ഏട്ടന്മാരാണ് അല്ലെ, ബ്രഹ്മദേവന്റെ മക്കളാണ് ഇവരെല്ലാം. നാരദ മഹർഷിയുടെ ഏട്ടന്മാരാണ് അവരൊക്കെ, സനൽകുമാരന്മാര്. എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ പറയും, ഇതുപോലാണ് ഭക്തിയെ കുറെ പേരൊക്കെ എല്ലാരും സ്വീകരിച്ചോണ്ട് അവള് യുവതിയായിട്ടുണ്ട്. പക്ഷെ ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഒന്നും ആശ്രയിക്കാൻ ആർക്കും താല്പര്യമില്ല എന്നൊക്കെ പറയും. അപ്പൊ നാരദരോട് പറയും, വിഷമിക്കേണ്ട, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാന്നും പറഞ്ഞ് എന്നിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കും. പറയും, തുംഗഭദ്ര നദിയുടെ തീരത്ത് ഇതുപോലൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആത്മദേവൻ എന്നായിരുന്നു ആളുടെ പേര്. ആത്മദേവന്റെ ഭാര്യ ദുന്ദുലി നല്ല സമ്പന്നനായിരുന്നു. വേദങ്ങളും എല്ലാം പഠിപ്പിക്കുകയും അങ്ങനെയൊക്കെ ആയിട്ട് നടന്ന ഒരാളായിരുന്നു. പക്ഷെ കുട്ടികളില്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ഭാര്യയ്ക്ക് പക്ഷെ കുട്ടികൾ വേണമെന്നൊന്നുമില്ലായിരുന്നു. അവര് ലോകവർത്തമാനം പറയാനും സൗന്ദര്യം സംരക്ഷിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളയായിരുന്നു. പക്ഷെ ആത്മദേവന് കുട്ടികളില്ലാത്തൊരു വിഷമം ശരിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആത്മദേവൻ ഈ പറയുന്ന തൊട്ട് ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു വൃക്ഷച്ചുവട്ടിൽ ഒരു സന്യാസി ഇരിക്കുന്നത്. സന്യാസിയോട് പോയിട്ട് തൻ്റെ വിഷമങ്ങൾ പറയുന്നിട്ട് പറയും, കുട്ടികളില്ലാത്തതുകൊണ്ട് നമ്മൾ പുത്രപൗത്രന്മാരുമായിട്ടൊക്കെ ജീവിക്കണം, അതൊക്കെയാണല്ലോ ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം സന്യാസി പറയും, എന്തിനാ കുട്ടികൾ ആ ഭഗവാനിൽ എത്തിച്ചേരാൻ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആത്മദേവൻ ചെവി കൊള്ളുന്നില്ല. എന്ന് വെച്ചാൽ സമയമായിട്ടില്ലെന്ന് മനസ്സിലായി. പിന്നെ എന്താ പറയുന്ന, ശരി എന്നും പറഞ്ഞ് ഒരു ഫലം തൻ്റെ സഞ്ചിയിൽ നിന്നൊരു ഫലം എടുത്ത് പൂജിച്ചിട്ട് കൊടുത്തിട്ട് പറയും, ഇത് ഭാര്യയ്ക്ക് കൊടുക്കണം, വ്രതനിഷ്ഠയോടുകൂടി വേണം ഈ ഫലം ഭക്ഷിക്കാനും, നിങ്ങൾക്ക് നല്ലൊരു പുത്രൻ ഉണ്ടായി വരുമെന്നും പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്യും.
ആത്മദേവൻ ഭയങ്കര സന്തോഷത്തിൽ പോയി അത് ഭാര്യയ്ക്ക് കൊടുക്കും, ദുന്ദുലിക്ക് കൊടുക്കും. ദുന്ദുലി അത് മേടിക്കും. ഭർത്താവിനോട് ഭയങ്കര ബഹുമാനം സ്നേഹമൊക്കെയാണ്. അങ്ങനെ അത് മേടിക്കും. എന്നിട്ട് പറയും ഇതുപോലെ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഈ ദുന്ദുലി എന്തോ എടുക്കും, വേലക്കാരിയോട് പറയും ഇത് വല്ലതും കഴിച്ചേച്ച് കുട്ടി വല്ലതും ഗർഭിണിയായി, ശുഗബ്രഹ്മർഷിയൊക്കെ 12 വർഷം ഗർഭത്തിൽ കിടന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഓരോ അടവുകൾ പറയും. ഇത് കുട്ടിയെങ്ങാനും വിലങ്ങനെ കടന്നുപോയ എന്തോ എടുക്കും. ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ കള്ളന്മാർ വീട്ടിൽ വന്ന് അവരെന്നെ കൊന്നിട്ടേച്ച് പോകത്തില്ലേ. പിന്നെ പ്രസവിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ കൊച്ചിനെ നോക്കണം, എനിക്ക് ഒരുങ്ങി നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടവുകൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അനിയത്തി വരും. അനിയത്തിയോടും ഇത് പറഞ്ഞു കൊടുക്കും. അനിയത്തി പറയും, ചേച്ചി വിഷമിക്കേണ്ട, അനിയത്തി ഗർഭിണിയാണ്, അനിയത്തിക്ക് പ്രസവിക്കുന്ന കുട്ടിക്ക് ഞാൻ നിങ്ങൾക്ക് തരാം, അനിയത്തിയുടെ ഭർത്താവിന് കുറച്ച് പൈസ കൊടുത്താൽ മതി, അയാൾ അതിനകത്ത് ഓക്കെ ആയിക്കോളും. അപ്പം തന്നെ മനസ്സിലാക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട്, അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. എന്നിട്ട് പറയും, ഇവരുടെ കുട്ടി മരിച്ചുപോയി, നിങ്ങൾക്ക് ചേട്ടത്തിക്ക് പാലില്ല, അപ്പൊ ഇവര് വന്ന് പാല് കൊടുക്കുന്ന ഇവിടെ നിൽക്കുകയും ചെയ്യും, അപ്പൊ ഇവരുടെ കൊച്ചിനെയും നോക്കാം, എല്ലാം നടക്കുമല്ലോ എന്ന് പറയും. അപ്പൊ ചേട്ടത്തി ഇത് നല്ല ഐഡിയ, ശരിയെന്നും പറഞ്ഞ് അങ്ങനെ ഇത് ഈ പറഞ്ഞോട്ട് പണ്ടൊക്കെ എന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പൂജകൾക്കും ആ ഒരു കാര്യങ്ങൾക്കൊക്കെ പോയാൽ ഒത്തിരി കാലം എടുക്കുമല്ലോ വരാൻ. ബസ്സും ട്രെയിനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. അങ്ങനെ പിന്നെ ആത്മദേവൻ വരുമ്പം ദുന്ദുലി പ്രസവിച്ചു, കുട്ടിയായിട്ട് കാണുന്നു, ഭയങ്കര സന്തോഷമൊക്കെ. അപ്പം ചോദിക്കേ, എന്നിട്ട് പറയും ഇതുപോലെ അവർക്ക് പാലില്ല, അതുകൊണ്ട് അനിയത്തി ഇവിടെ നിന്ന് പാല് കൊടുക്കണം, അനിയത്തിയുടെ കുട്ടി മരിച്ചു പോയെന്നൊക്കെ ഇങ്ങനെ പറയും. ഇത് മാത്രമല്ല, ഇവർ ചേട്ടത്തി അനിയത്തിയോടൊക്കെ ഒരു പ്ലാൻ ചെയ്യാം, നമുക്ക് നോക്കാം ഈ ഫലത്തിന് റിസൾട്ട് കിട്ടുമെന്നോട് നമുക്ക് നോക്കണ്ടേ, നമുക്ക് ഈ പശുവിന് കൊടുക്കാമെന്നും പറഞ്ഞ് ആ ഫലത്തെ ഇവർ പശുവിന് കൊടുക്കും. ഈ കുട്ടിയെ പ്രസവിച്ചൊരു 3 മാസം കഴിയുമ്പോൾ പശു ഒരു മനുഷ്യ കുഞ്ഞിന് ജന്മം നൽകും. ചെവികൾ പശുക്കളുടെ ആയിരുന്നു. എന്നുവെച്ചാൽ ഗോകർണ എന്നാ പേരിടുന്നത്. ഗോ എന്ന് വെച്ചാൽ പശു, കർണം എന്ന് വെച്ചാൽ ചെവി. പശുവിന്റെ ചെവി ഉള്ളതുകൊണ്ട് തന്നെ ആത്മദേവൻ ഗോകർണൻ എന്ന് പേര് വിട്ടു. ഇതിന്റെ പുറയിലുള്ള കഥ ആത്മദേവൻ അറിയുന്നില്ല ഇങ്ങനൊക്കെ ആണെന്നുള്ളത്. അപ്പം എന്നിട്ട് ആത്മദേവൻ എല്ലാവർക്കും ഒത്തിരി പശുക്കളെയും സ്വർണവും ധനവും ഒക്കെ ദാനമായിട്ട് കൊടുക്കും, സന്തോഷം കൊണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞു, ആത്മദേവൻ എന്ത് ഭാഗ്യവാൻ, ഒരു കുഞ്ഞും ജനിക്കാതെ ഇരുന്ന് കുറെ കാലം കൂടി ഇരുന്ന ഒരു കുട്ടിയും ഉണ്ടായി, ഇപ്പത്തെ പശു വരെ ഒരു മനുഷ്യ കുഞ്ഞിന് ജന്മം നൽകി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമൊക്കെ എല്ലാരും പറയും. ഇതിന്റെ പുറയിലെ കഥകളൊന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെ ഇരിക്കും, കുട്ടികളൊക്കെ വലുതായി. പക്ഷേ ഈ ദുന്ദുലി മീൻസ് ദുന്ദുകാരി എന്നാണ് അതിന് പേരിടുന്നത്. ആ കുട്ടി ഭയങ്കര തല്ലിപ്പൊളിയും, അടുത്തുള്ള കുട്ടികളെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി കിണറ്റിട്ട് കൊല്ലുക, മറ്റൊരിടത്ത് പോയി മോഷണം നടത്തുക, അങ്ങനെ എല്ലാം ദ്രോഹമായപ്പോഴത്തേക്ക് ആത്മദേവൻ മനസ്സ് വിട്ടാകെ. ആത്മദേവൻ പക്ഷെ ഗോകർണൻ നല്ലൊരു സാത്വികനായിട്ടുള്ളൊരു കുട്ടിയായിട്ടാണ് വളർന്നു വന്നത്. അപ്പൊ ഗോകർണൻ ഇതുപോലൊരു ഗവർണറിന് ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം, ഇതിലും ഭേദം കുട്ടിയില്ലാതെ ഇരിക്കുന്നത് തന്നെയായിരുന്നു, കണ്ടില്ല ഇവന്റെ രീതി. ഗോകർണൻ ആത്മദേവൻ ആകെ വിഷമിച്ചിരിക്കുവാണ് ഇപ്പൊ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോ. അങ്ങനെ ആത്മദേവനോട് ഗോകർണൻ പറയും, അച്ഛൻ വിഷമിക്കണ്ട, അച്ഛൻ ഇതുപോലെ തീർത്ഥയാത്ര പോയി ആ ഭാഗവതത്തിലെ ദശമസ്കന്ധം പാരായണം ചെയ്യും, ആ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് ജീവിച്ചു പൊയ്ക്കോളാൻ പറയും, ആ ഭഗവാനിൽ തന്നെ ചെന്നെത്താൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ആത്മദേവൻ തീർത്ഥയാത്രയ്ക്ക് പോവുകയും ആ ഭഗവത് നാമസങ്കീർത്തനവുമായിട്ട് ഭഗവാനിൽ എത്തിച്ചേരുവാണ്. ദുന്ദുലിക്ക് ഭക്തിയും ഭഗവാനും ഭാഗവതം ഒന്നും അറിയത്തില്ല. അവളും മോന്റെ ഈ ഇങ്ങനെയുള്ള വല്ലാത്ത രീതികൾ കാരണം അമ്മയ്ക്ക് വേറെ പണി ഒന്നും അറിഞ്ഞുകൂടാല്ലോ, ഭഗവാനും ഭക്തി ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കിണറ്റി ചാടി ലൈഫ് എൻഡ് ചെയ്തു. അത് കഴിയുമ്പോൾ അമ്മയും അച്ഛനും പോയി, ഇനി ഗോകർണൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, അങ്ങനെ ഗോകർണനും അങ്ങ് തീർത്ഥയാത്രയ്ക്കായിട്ട് പോകും. അത് കഴിയുമ്പോൾ ദുന്ദുകാരി കുറേ വേഷസ്ത്രീകളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും അങ്ങനെ ഓരോ മോഷണങ്ങൾ ചെയ്യിപ്പിക്കുകയും അങ്ങനെയൊക്കെ കൊണ്ടു കൊടുക്കുകയും ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടു കൊടുക്കുകയും സ്ത്രീകൾക്ക് അങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞെന്ന് ഒരു ദിവസം ഈ സ്ത്രീകൾ പറയും, ഇവനിങ്ങനെ മോട്ടിച്ചുകൊണ്ടൊക്കെ വരുന്ന രാജഭടന്മാരെന്തായാലും ഇവിടെ തിരക്കി വരും, അവസാനം ഇതും പോവും ഇയാളും പോവും, അതിലും ഭേദം ഇവർ എല്ലാവരുടെ പ്ലാൻ ചെയ്യും, ഇയാളെ അങ്ങ് കൊന്ന് ഇട്ടേച്ച് അവർ അങ്ങ് പോവാന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇവർ മോഷണം പണവും സ്വർണങ്ങളെല്ലാം ആഭരണവും എല്ലാം ആയിട്ട് സ്ഥലം വിടുന്നതിന് മുമ്പ് ഇവനെ കൊല്ലുമ്പോൾ ശ്വാസം മുട്ടിച്ചെല്ലാം കൊല്ലാൻ നോക്കും, പിന്നെ തീക്കണലൊക്കെ കൊണ്ടിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് എന്നിട്ട് വീടടച്ചിട്ടേച്ച് അവരങ്ങ് പോകും.
അങ്ങനെ ദുന്ദുകാരി മരണപ്പെട്ടു. ദുന്ദുകാരി മരണപ്പെട്ട കാര്യം ആത്മദേവനും ഭഗവാനിൽ സായുജ്യമുക്തിയിലേതി ഗോകർണൻ അറിയും. അങ്ങനെ ഗോകർണൻ അച്ഛനും അമ്മയ്ക്കും സഹോദരനും എല്ലാം ശ്രാദ്ധ കൂട്ടുന്നുണ്ട് ഓരോയിടത്തും തീർത്ഥസ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ. അതെല്ലാം ഗയ വരെ ഇട്ടു. ബീഹാറിലാണ് ഗയയിലെ ഭയങ്കര തീർത്ഥം, അവിടെ ഏറ്റവും നല്ലയാന്ന് പറയും, രാമേശ്വരം പോലൊക്കെ തന്നെ. അങ്ങനെ തീർത്ഥം ശ്രാദ്ധ കൂട്ടുന്നതൊക്കെ അതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം രാത്രി ഗോകർണൻ വീട്ടിൽ വരും. ഗോകർണൻ വീട്ടിൽ വന്ന് രാത്രിയായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കാണാം ഒരു പ്രേതം വന്ന് ഭയങ്കര ആനയുടെയും പോത്തിൻ്റെയും അങ്ങനെ വികൃത രൂപങ്ങളൊക്കെ കാണിച്ച് ഇട്ട് ശല്യപ്പെടുത്തുമായിരുന്നു ഗോകർണനെ. ഗോകർണനൊന്നും മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വരുന്നില്ല. അങ്ങനെ തൻ്റെ കമണ്ടലൂരിലെ വെള്ളം എടുത്ത് ആ പ്രേതത്തിന്റെ പുറത്തോട്ട് വയ്ക്കും. അപ്പോഴാണ് അത് സഹോദരനാണെന്ന് പറഞ്ഞു. ഇപ്പം സംസാരിക്കും, പക്ഷെ ഇതില്ല, രൂപം ഇതാ. അപ്പം പറയും, അങ്ങ് പ്രേതാവസ്ഥയിലാണല്ലോ, ഞാൻ അങ്ങ് മരിച്ച കാര്യം അറിഞ്ഞ് ഞാൻ എല്ലായിടത്തും ശ്രാദ്ധ കൂട്ടുമായിരുന്നു, ഗയ വരെ ഇട്ടല്ലോ എന്നൊക്കെ പറയും. അപ്പം ദുന്ദുകാരി തന്നെ പറയും, അതുപോലത്തെ കാര്യങ്ങളാണല്ലോ ചെയ്തേ, അങ്ങനെ ഒന്നും ഇതാകത്തില്ല, ഞാൻ രക്ഷപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും. ശരി, എന്നാ ഒരു കാര്യം രാവിലെ ആവട്ടെ, എല്ലാവരും ഞാൻ തിരക്കാം, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയും. അങ്ങനെ രാവിലെ ആകുമ്പോൾ ഗോകർണൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞ് എല്ലാവരും വരും. ഗോകർണൻ സാത്വികമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഗോകർണൻ രാത്രി നടന്ന സംഭവങ്ങളൊക്കെ പറയും. അപ്പോൾ പറയും, എന്ത് ചെയ്യും, ആർക്കും ഒന്നും അറിയില്ല, ഇനി എന്ത് ചെയ്യണമെന്ന്. ഗയ വരെ ശ്രാദ്ധ കൂട്ടിയതാണല്ലോ, എന്നിട്ടും മുക്തി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പരസ്പരം ഓരോ പേരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണാം. അപ്പം പറയും, നമുക്ക് സൂര്യഭഗവാനെ സ്തംഭിച്ച് ചോദിക്കാമെന്ന്. അപ്പം അങ്ങനെയൊക്കെയുള്ള വിദ്യകൾ അവർക്ക് അറിയാം. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ല, വെള്ളത്തിൽ കൂടെ നടക്കുന്നതും അങ്ങനെയൊക്കെയുള്ള അതൊക്കെ അതേപോലെ ധ്യാനം ചെയ്തുള്ളൊക്കെ കാര്യങ്ങളാണ്. അങ്ങനെ ഗോകർണൻ സൂര്യഭഗവാനെ സ്തംഭിച്ചിട്ട് ചോദിക്കും, സൂര്യഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് പറയും. അപ്പം പറയും, ഭാഗവതം സപ്താഹ രൂപത്തിൽ വായിക്കാൻ പറയും. അങ്ങനെ സപ്താഹം ചെയ്യാൻ പറയും. അങ്ങനെ ഗോകർണൻ സപ്താഹം 7 ദിവസമായിട്ട് ഗോകർണം വായിക്കാം. അപ്പം എല്ലാവരും വരും, ആ നാട്ടിലുള്ള എല്ലാവരും ഭാഗവതം വായിക്കാം, കേൾക്കാൻ വരും. അങ്ങനെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പം നമ്മളിവിടെ പറയുന്നില്ല. അങ്ങനെ വരും. അപ്പം ഈ പ്രേതത്തിന് ഇരിക്കാനൊരു സ്ഥലം വേണമല്ലോ, രൂപവും ഒന്നും ഇല്ലല്ലോ. അങ്ങനെ അവിടെ ഒരു മുളയുണ്ടായിരുന്നു, ആ മുളയ്ക്കകത്ത് താഴേന്ന് ഇങ്ങനെ കയറും. ഓരോ ദിവസത്തെയും പാരായണം തീരുമ്പോൾ ഓരോ മുള ഇങ്ങനെ പൊട്ടി പോയി 7ാമത്തെ ദിവസത്തെ പാരായണം തീരുമ്പം ഭഗവാന്റെ പാർഷദന്മാർ എന്ന് വെച്ചാൽ വിഷ്ണു പാർഷദം, യമദേവന്മാരല്ല വരുന്നത്, വിഷ്ണു പാർഷദന്മാർ വന്ന് ദുന്ദുകാരിയെ കൊണ്ടുപോകും. അപ്പൊ ഗോകർണം ചോദിക്കുകയെ, അതെന്താ, ഞങ്ങൾ എല്ലാവരും ഒരുപോലെ കേട്ടവരാണല്ലോ, എന്നിട്ടോ? അപ്പം പറയും, കേട്ടതിലും വ്യത്യാസമുണ്ട്. ഗോകർണൻ ഇത് മാത്രമേന്ന് പറഞ്ഞായിരുന്നു, ജലപാനം പോലും ഇല്ലാതെ എവിടെയും പോകാതെ മനസ്സ് മൊത്തം ഭഗവാനിൽ അർപ്പിച്ചാണ് എന്ന്. ബാക്കി എല്ലാവരും അവരവരുടെ ഡേ ടു ഡേ കാര്യങ്ങളിലൊക്കെ പോയി. അപ്പം ശ്രവണത്തിലും വ്യത്യാസമുണ്ട്. അങ്ങനെ പിന്നെ ഗോകർണൻ കുറേ മാസങ്ങൾ കഴിഞ്ഞ് ഒന്നുകൂടെ നടത്തും. അപ്പൊ ഭഗവാൻ തന്നെ വരും. അപ്പൊ ഭഗവാനോട് ഭഗവാൻ ചോദിക്കും, എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ പറയും, എവിടെ ഭാഗവതം വായിക്കുന്നു അവിടെ എല്ലാം ഭഗവാൻ വരുമെന്ന് പറയും. അതുപോലെ തന്നെ ദ്വാപരയുഗം തീർന്ന് ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഉദ്ധവര് കേട്ടിട്ടുണ്ട് എല്ലാവരും. ഉദ്ധവര് ഭഗവാനെ പോലെ ഇരിക്കുക. ഭഗവാൻ മാറിയിടുന്ന ഡ്രസ്സാണ് ഉദ്ധവരിടുന്നത്, ഭഗവാൻ കഴിച്ച പാത്രത്തിലാണ് ഉദ്ധവര് കഴിക്കുന്നത്. അങ്ങനെ അത്രയ്ക്ക് ക്ലോസ് ആണ് അവർ രണ്ടുപേരും. കാണാനും അതുപോലെ ഇരിക്കുക. അപ്പൊ ഉദ്ധവര് ഭഗവാനോട് ചോദിക്കും, എൻ്റെ ഭഗവാനെ, അങ്ങ് ഈ സ്വധാമത്തിലേക്ക് പോവുകയാണ്, കലിയാണ് വരുന്നത്, ദുഷ്ടന്മാരുടെ ഭാരം കൊണ്ട് സജ്ജനങ്ങളെല്ലാം അധപതിക്കുമല്ലോ, എന്ത് ചെയ്യുമേനെ, അങ്ങ് ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഭഗവാൻ മൊത്തത്തിൽ ഭാഗവതത്തിൽ തന്നെ അങ്ങ് ലയിപ്പിക്കുന്നത്. മനസ്സിലായി? അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവാൻ തേജസ് മൊത്തം ഭാഗവതത്തിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഭാഗവത മാഹാത്മ്യം. നമ്മൾ അത് കേട്ട് നമ്മുടെ മനസ്സാണ് മാറുന്നത്. അതുപോലെ ഈ ഭാഗവതം എഴുതുന്നതിന് മുമ്പ് തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യത്തെ സ്കന്ധത്തിൽ 4-ാമത്തെ 5-ാമത്തെ അധ്യായമാണ്. വേദവ്യാസ മഹർഷി ഇങ്ങനെ വിഷമിച്ച് എല്ലാം എഴുതി, മഹാഭാരതം വരെ എഴുതി. 1,25,000 ശ്ലോകങ്ങളാണ്
മഹാഭാരതം, ആ മഹാഭാരതം വരെ എഴുതി, പുരാണങ്ങളും എല്ലാം എഴുതി, 17 പുരാണങ്ങൾ എഴുതി. എല്ലാം എഴുതിയിട്ടും ഇങ്ങനെ വിഷമിച്ച് സരസ്വതി നദി തീരത്തിരിക്കുമായിരുന്നു. അപ്പം നാരദ മഹർഷി വരും. അപ്പം വ്യാസ മഹർഷിയോട് ചോദിക്കേ, എന്താ വ്യാസരെ അങ്ങ് വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം വ്യാസ മഹർഷി പറയുക, അതേ മഹർഷി, ഞാൻ എല്ലാം എഴുതി, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ രചിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിനൊരു തൃപ്തിയോ ഒരു സന്തോഷമോ ഒരു പൂർണ്ണത കിട്ടുന്നില്ല എന്ന് പറയും. അപ്പൊ വ്യാസമഹർഷി പറയും, നാരദ മഹർഷി പറയും, അതെ വ്യാസരെ, അങ്ങ് ആരെക്കുറിച്ചാണോ വർണ്ണിക്കേണ്ടത് അങ്ങ് അത് വർണ്ണിച്ചിട്ടില്ല. അങ്ങ് കുറേ എന്തൊക്കെയോ എഴുതി വെച്ച്, കാക്കകളുടെ കൂട്ടമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ഹംസങ്ങളുടെ അല്ല. മനസ്സിലാകുമ്പോ മഹാഭാരതമൊക്കെ കാക്കകളുടെ കൂട്ടം. ഇപ്പൊ നമ്മൾ തന്നെ കാണുന്നുണ്ട്, ഇവിടെ എത്ര പേരുണ്ട് ഭഗവത് കഥകൾ കേൾക്കാൻ വന്ന, അല്ലേ? അതേസമയം ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ ഭയങ്കര ഇത് അണിഞ്ഞൊരുങ്ങി വലിയ കാറിലും ഒക്കെ അല്ലേ എല്ലാവരും പോകുന്നത്. എത്രയും ബെസ്റ്റ് ആകാവോ ആ രീതി നോക്കും. അവിടെയൊക്കെ വിളിച്ചില്ലേലും വിചാരിക്കും, എന്നെ അവർ മറന്നു പോയതായിരിക്കും, കുഴപ്പമില്ല നമുക്ക് പോകാമെന്നും പറഞ്ഞ് വേണമെങ്കിലും പോകും, അല്ലേ? പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കോ നമ്മൾ കേട്ടറിഞ്ഞാണ് വരേണ്ടത്. വിളിക്കേണ്ട ആവശ്യമില്ലാത്തത് ഇവിടാണ് ശരിക്കും പറഞ്ഞ. എവിടെ ഭാഗവതം കഥകൾ കേൾക്കുന്നുണ്ടോ അവിടെ ഭഗവാനുണ്ട്. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതായഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹേ. അതുമല്ല, ഇത് എല്ലാവർക്കും കിട്ടത്തുമില്ല. ഇതാണ് ഹംസങ്ങളുടെ കൂട്ടം, കാക്കകളുടെ കൂട്ടമല്ല. കാക്കകളുടെ എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കാക്കയ്ക്കൊരു വറ്റ് കിട്ടി അത് ക്രോ ക്രോ എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ എല്ലാവരും അങ്ങ് കൂടും, അല്ല? പക്ഷെ ഇവിടെ അങ്ങനല്ല. അപ്പം അതാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഭഗവാനെ കുറിച്ച് അറിയാൻ, ഭഗവാനെ നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകണം. ഭാഗവതത്തിൽ തന്നെ 5-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ഋഷഭദേവൻ, ഭരത ചക്രവർത്തിയുടെ കഥയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അവര് 100 മക്കളാണ്. ഋഷഭദേവന് 100 മക്കളാണ്. അതിലെ മൂത്ത മകനാണ് ഭരത ചക്രവർത്തി. അപ്പൊ ഈ ഋഷഭദേവൻ തന്റെ മക്കൾക്ക് സത്സംഗം നടത്താൻ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഉണ്ട് 100 പേര്. അപ്പൊ പറയുന്നുണ്ട്, ഗുരുവിന സാസ്യ ജനനീന സാസ്യ പിതാന സാസ്യ എന്നൊക്കെ പറഞ്ഞൊരു ശ്ലോകം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു അച്ഛനാകത്തില്ല, ഒരു അമ്മയാകത്തില്ല, ഒരു ഗുരുവും ഗുരു ആകത്തില്ല. എപ്പം ആ കുട്ടിക്ക് ഭഗവാനിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളാരും അച്ഛനും അമ്മയും ഗുരുവും ഒന്നും അല്ലെന്ന് വേണം പറയാൻ. നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമുക്കറിഞ്ഞാലല്ലോ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതല്ല ശരിക്കും പറഞ്ഞ. ഇപ്പൊ ആഷാഢമാസത്തിൽ ഗുരുപൂർണിമ ആചരിക്കുന്ന ഗുരു എന്ന് വെച്ചാൽ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ഗുരു. എന്നുവെച്ചാൽ ഈ വിദ്യ കൊടുക്കുന്നവരാണ് ഗുരു. നോർമൽ നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുന്ന ടീച്ചേഴ്സ് അല്ല. ഈ വിദ്യ അത് പൈസ ഉണ്ടാക്കാനുള്ള, അത് ഈ ജന്മത്തിലേക്കേ ഉള്ളത്. പക്ഷെ ഈ ഭഗവാനിലേക്ക് അടുക്കണ്ടേ? ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളവര് നമ്മൾ ആരും ഒരുമിച്ച് ഭഗവാനിൽ എത്താനും പോകുന്നില്ല. നമുക്കറിയത്തുമില്ല, അല്ലെ? ബസ്സിൽ പറയുമല്ലോ, ഡബിൾ വെല്ല് വിട്ടോടാന്നൊക്കെ പറയത്തില്ല. അതുപോലെ ഈ വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനുള്ളവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇത് ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ ആ ഭഗവാനിലേക്ക് എത്തണം. ആ വിദ്യയും പറഞ്ഞു കൊടുത്തു തന്നെ മനം. ഇനി വരുന്നില്ലെന്ന് കണ്ട് അവർക്ക് സമയമായിട്ടില്ല, അവരുടെ പ്രാരാബ്ദം അതുപോലത്തെയാണ്. അതാരായാലും, ഭർത്താവായാലും ഭാര്യയായാലും മക്കളായാലും സഹോദരങ്ങളായാലും ഈവൻ പേരൻസ് ആയാലും അവർക്ക് സമയമായിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പം നമുക്കിത് കിട്ടി, നമ്മൾ പോവുക, നമുക്കറിയില്ല, നമ്മളാരും ഒരുമിച്ചല്ലല്ലോ പോകും. നമ്മളെല്ലാം ഒരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്. ഓരോ സ്റ്റേഷൻ വരുമ്പോൾ ഓരോ പേര് ഇറങ്ങി പോകുന്ന കൂട്ട് അത്രയേ ഉള്ളൂ, അല്ലേ? എല്ലാവരും ഒരുമിച്ചല്ലല്ലോ മരണം, ഒരുമിച്ചല്ലല്ലോ ജനനം, എല്ലാം ടൈം പീരീഡ്. അപ്പം നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതനുസരിച്ചായിരിക്കും ഓരോ കാര്യങ്ങൾ. അപ്പം ഈ വിദ്യയും പഠിച്ചു വേണം നമ്മൾ പോകാൻ. അതാണ് ഭാഗവതവും ഭഗവത്ഗീത ഈ ശാസ്ത്രം കൊണ്ടുള്ള പ്രയോജനം. അതാണ് ആദ്യം ആൾക്കാർ മനസ്സിലാകുക, എന്തിനാണ് ഈ ശാസ്ത്രം. തെറ്റിദ്ധാരണകൾ പലർക്കും ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു റൂള് വെക്കണം. ഇപ്പോൾ ക്രിസ്ത്യൻസിനൊക്കെ അവർക്ക് പള്ളിയിൽ പോയും അങ്ങനെയുള്ള കാര്യങ്ങളില്ല. സൺഡേ സ്കൂളൊക്കെ അറ്റൻഡ് ചെയ്തില്ല, അവർക്ക് പള്ളി കല്യാണം നടത്തത്തില്ല, അതുപോലെ മരണപ്പെട്ട പള്ളിപ്പറമ്പിൽ അടക്കത്തില്ല, അങ്ങനെ എല്ലാ ഇതിലും ഉണ്ട്. പക്ഷെ നമുക്കും അങ്ങനെ തന്നെ വേണം. സത്സംഗം അറ്റൻഡ് ചെയ്തില്ലേ, കുട്ടികളെ ക്ലാസ്സിന് ബാലഗോകുലം ബാലഭാരതി ക്ലാസ്സുകൾ വിട്ടില്ല, അമ്പലത്തിൽ കയറ്റരുത്. അങ്ങനെ ഒരു റൂൾ അങ്ങ് വരുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഈ ശാസ്ത്രം പഠിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഈ ശാസ്ത്രം എന്തിനാണെന്ന്, ശാസ്ത്രം പ്രമാണമാണ്. അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ ചില ഭാഗങ്ങൾ വന്നപ്പോൾ എടുത്ത് ഞാൻ ഇന്ന ഭാഗം എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് തന്നെ നോക്കാം, അറിയാൻ പറ്റും. അല്ലാതെ നമ്മൾ എവിടെന്നോ കേട്ട് പറയുന്നതല്ല, ഇന്നടത്തുണ്ട്, അതാണ്. അപ്പം നമ്മളെല്ലാവരും ഈ ഒരു ശാസ്ത്രം പഠിച്ച് അതനുസരിച്ച് ജീവിക്കുകയാണ് ചെയ്യേണ്ടത്.
അതിനാണ് ശാസ്ത്രം, അല്ലാതെ ഒന്നും അല്ല. അല്ലാതെ കണ്ണടച്ച് രാമ രാമ കൃഷ്ണ കൃഷ്ണ അല്ല. എന്തിനാണ് ചൊല്ലുന്നത്? ഇനിയൊരു സയന്റിഫിക് ഭാഗവും കൂടെ ഉണ്ട്. സാൻസ്ക്രിറ്റ് ശ്ലോകാസ് നമ്മൾ കണ്ടിന്യൂസ്ലി ആ ചൊല്ലി പോകുമ്പോൾ നമ്മുടെ തലയിൽ ഫ്ലൂയിഡ് ഫോമിലാണ് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, തീറ്റ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇതുണ്ട്. ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, ന്യൂറോളജിസ്റ്റ് അല്ലാത്ത ഡോക്ടേഴ്സിനും അറിയാം. അവരെല്ലാവരും 5 വർഷം നോർമൽ ഇതാണല്ലോ, ബോഡിയെ കുറിച്ചല്ലേ പഠിക്കുന്നത്. ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ തിരക്കിയാലും പറയും. ഇതെല്ലാം ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നില്ലെങ്കിൽ ആണ് ഈ ഫ്ലൂയിഡ്സ്. ആൽഫ ഇരിക്കേണ്ട ഒരിടത്താണ്, ബീറ്റ ഇരിക്കേണ്ട ഒരിടത്ത്, ഡെൽറ്റ, തീറ്റ, ഗാമ ഇതൊക്കെ ഇരിക്കേണ്ട ഓരോ പൊസിഷൻസ് ഉണ്ട് ഇവർക്ക്. ആ പൊസിഷൻസ് മാറുമ്പോഴാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇത് സയന്റിഫിക് ഭാഗമാണ്. അപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി ചൊല്ലിപ്പോകുമ്പോൾ, നമ്മളെ ഭാഗവതം, ഭഗവത്ഗീത ഒക്കെ സാൻസ്ക്രിറ്റ് ശ്ലോകാസ് ചൊല്ലിപ്പോകുമ്പോൾ നമുക്ക് തന്നെ നമ്മളറിയത്തില്ല അതുപോലത്തെ ഇത്. സോ ഇപ്പം ECG എടുക്കും അല്ലേ, ഹാർട്ടിന് എന്തെങ്കിലും സംഭവിച്ചു, അതുപോലാണ് ബ്രെയിൻ ഒരു ഇത് നോക്കുന്നത്, EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇത് ചൊല്ലാത്തവരും ചൊല്ലുന്നവരിലുള്ള ഡിഫറൻസ്. അപ്പോൾ അത്രയും ഇതാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെ ഒരു ബീറ്റ്സ് വെച്ച് ഒരു ബ്രീത്ത് ഇത്രയും, അത് തന്നെ നമ്മുടെ ബോഡിക്കും നല്ലതാണ്, നമ്മുടെ മനസ്സിനും നല്ലതാണ്. അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് ശ്ലോകാസ്, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ഭഗവത്ഗീത, ഭാഗവതം ഇതൊക്കെ ചൊല്ലിപ്പോകുമ്പോൾ ഇപ്പം പറയുമ്പോൾ പിടികിട്ടത്തില്ല. പക്ഷെ ഡെയിലി ആദ്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒന്നും എളുപ്പമായിട്ട് കിട്ടത്തില്ലല്ലോ. പണം ഉണ്ടാക്കാനായാലും എളുപ്പം കിട്ടും, ഒന്നും ഇല്ലല്ലോ, കുറേ കഷ്ടപ്പെടണ്ടേ. അതുപോലെയുള്ള ഇതും ആ ഒരു ഇൻട്രസ്റ്റ് വേണം, ആ ഒരു മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച്. അതുമല്ല, ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ ഒരു പടി മുന്നേ വെച്ചാൽ ഭഗവാൻ 10 പടി മുന്നേ വലിച്ചോളൂ. അതൊരു ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. മനസ്സാണ് അർപ്പിക്കണം. ആ മനസ്സർപ്പിച്ച ഭഗവാൻ തന്നെ നമുക്ക് വഴികൾ തെളിയിച്ചു തരും. അതനുസരിച്ച് ഡെയിലി ചൊല്ലിച്ച് അതൊരു ശീലമാക്കുവാണെങ്കിൽ 24 hours നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അതെങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുവാണ്. അപ്പോൾ ആ കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് ഡെയിലി എടുക്കാൻ തുടങ്ങിയ പിന്നെ ഗ്രാജുവലി നമ്മൾ തന്നെ സമയം കൂട്ടും, ഒരു 1/2 മണിക്കൂർ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ടാക്കും നമ്മൾ, മനസ്സിലാവും. അപ്പോൾ അതങ്ങനെ പഠിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് തന്നെ മാറ്റും. ഇനി ഏത് ആകാശം ജീവിതത്തിൽ ഇടിച്ചു വീഴുന്നെന്ന് കണ്ടാലും നമ്മൾ തളരത്തില്ല. അതാണ് വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ ഇത് സയന്റിഫിക് ഭാഗം. ഇനി സ്പിരിച്വൽ ഭാഗം പറയുകയാണെങ്കിൽ നമ്മൾ ആ ഭഗവാനെ അല്ലേ മുറുക്കെ പിടിച്ചിരിക്കുന്നത്. ഭഗവാന്റെ കവചമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ആ നാമം ചൊല്ലി പോകുമ്പോൾ ഇപ്പം ആചാര്യന്മാർ പറയും, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുവാണെങ്കിൽ അവിടെ പട്ടി കാണും അല്ലേ, നമ്മൾ ചാടി എന്തായാലും കയറി പോകത്തല്ല, നമുക്ക് പേടിയാം. അപ്പം ആ വീട്ടിൽ ഓണർ പറയും, എൻ്റെ എന്താണ് സ്കൂബി, ചാർലി എന്താ പേരെന്ന് വെച്ചാൽ അതിനെ വിളിച്ചിട്ട് പറയും, ഇത് നമ്മുടെ ആളാ, ഇനി ഒന്നും ചെയ്യരുത്. അപ്പോൾ അത് അടങ്ങിയിരിക്കും അല്ലേ, ആ ഓണറിൻ്റെ അടുത്ത് പോയി തന്നെ അങ്ങ് ഇരുന്നോളൂ, നമ്മളെ ഒന്നും ചെയ്യത്തില്ല. അതുപോലാണ് നമ്മൾ വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, ലളിതാ സഹസ്രം ഇതൊക്കെ ചൊല്ലിപ്പോകുമ്പോൾ നമുക്ക് ചുറ്റിനും ആ കവചമായിരിക്കും. അപ്പം ആചാര്യന്മാർ പറയുന്നത്, ഭഗവാൻ പറയും, ഇപ്പം നമുക്കൊരു സമയം വരും, ശനിദശ, രാഹുദശ, കേതുദശ, ഓരോ ദശയുണ്ടല്ലേ. അപ്പം പറയും, അവരോട് പറയും, രാഹു അല്ലെങ്കിൽ കേതു ആരാന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആളാ, ഇതിനെ ഒന്നും ചെയ്യരുത്. നമ്മുടെ കർമ്മങ്ങളനുസരിച്ച് നമ്മുടെ ലൈഫിൽ ഓരോന്നും വരും, പക്ഷെ നമ്മളെ ബാധിക്കത്തേ ഇല്ല. നമ്മൾ വെരി കൂളായിരിക്കും. തീ കൂടെ നടക്കും, പക്ഷെ പൊള്ളത്തില്ല. അതാണ് ശാസ്ത്രം പഠിച്ചു പോകുമ്പോൾ ഉള്ള കിട്ടുന്ന വലിയൊരിത്. ആണ് ഞാൻ എപ്പോഴും പറയും, പായസത്തിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ എപ്പോഴും പറയാറുണ്ട്. ഇവിടെ പലർക്കും അറിയാം. പായസം തന്നെ നമ്മൾ വെച്ച് ആ പാലും പിന്നെ അതുപോലെ തന്നെ ഏലക്കായും നെയ്യും അതൊക്കെ ഇടുമ്പോൾ നല്ല മണവും വരും, നല്ല ഭംഗിയൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷെ ആ പായസത്തിന് മധുരം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മളത് കുടിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അതുപോലാണ് നമ്മളിതൊക്കെ ഡെയിലി അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗമായിട്ട് മാറും. പലർക്കും രാവിലെ ബെഡ് കോഫി കുടിക്കുന്ന ശീലമുണ്ട്, ചിലവർക്ക് ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലമുണ്ട്, ചിലവർക്ക് ന്യൂസ് കാണുന്ന ശീലമുണ്ട് അല്ലേ. ഇതൊക്കെ ചിലവർക്ക് നാമം ചൊല്ലി പോകുന്നവരും എനിക്കറിയാവുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ശീലം നമ്മൾ ഇതിനും കൊണ്ടുവരുവാണെങ്കിൽ ഗ്രാജുവലി ഒന്നിങ്ങനെ സ്റ്റെപ്പ് വെച്ചാൽ മതി, പിന്നെ ഭഗവാൻ പിടിച്ചോളും മുന്നോട്ട്. അപ്പം ഇപ്പം ഇവിടെ വന്നിട്ടുള്ളവരുടെ ആരാന്ന് വെച്ചാൽ ഭർത്താക്കന്മാരില്ലെങ്കിൽ ആ ഭാര്യമാർ പോയി ഇത് പറഞ്ഞു കൊടുക്കണം പതുക്കെ പതുക്കെ. ഭാര്യമാരില്ലെങ്കിൽ ഭർത്താക്കന്മാരിങ്ങനെ പറഞ്ഞു പെട്ടെന്ന് വരത്തില്ല, അങ്ങനെ ആരും എക്സ്പെക്ട് ചെയ്യരുത്. പതുക്കെ പതുക്കെ നിങ്ങൾ നാമം ചൊല്ലാൻ തുടങ്ങുമ്പോൾ വീട്ടിൽ തന്നെ നല്ല പോസിറ്റിവിറ്റി ഫോം ചെയ്യുകയും
പതുക്കെ പതുക്കെ ഇത് വരികയും ചെയ്യും, എല്ലാവരിലും വരും. നമ്മളിപ്പം വീട്ടിൽ നല്ല സ്പ്രേ ഒക്കെ അടിക്കും ആരെങ്കിലും വരുമ്പോൾ അല്ലെ, പുറത്തുനിന്ന് വരുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ നല്ല മണമായിരിക്കും. അതുപോലെ നമ്മൾ ആ വീട്ടിൽ നാമം ചൊല്ലുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൂടെ ആ പോസിറ്റീവ് എനർജി എല്ലാവരിലേക്കും സ്പ്രെഡ് ആവുകയും അവരിലും അത് വരും തുടങ്ങും. പതുക്കെ പതുക്കെ വരിനി എത്ര എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാലും വന്നോളും. അത് കൊണ്ടുവരണം. അല്ലേ നമ്മൾ കുറെ പണം ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും ഒന്നും ആകുന്നില്ല. അവരെന്തോ അണേബിൾ ആണോ? അവര് നമ്മളെക്കാൾ ഏബിളായിട്ടുള്ള ആൾക്കാർ, അവരുണ്ടാക്കിക്കോളും. അതിനുള്ള മാർഗം കാണിച്ചു കൊടുക്കുക. ഇതിനുള്ള മാർഗം, ആ ഭഗവാനിലെത്താനുള്ള മാർഗവും കാണിച്ചു കൊടുക്കണം. ഒരു കുഞ്ഞു വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ കിടക്കുന്നത് എന്നിട്ട് ഭഗവാനോട് എൻ്റെ ഭഗവാനെ ഈ അച്ഛനും അമ്മയും എന്നെ ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള വഴി കാണിച്ചു തരുമെന്നും പറഞ്ഞാൽ കിടക്കുന്നത് ഇങ്ങനെ വിഷമിച്ച്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കപില മഹർഷി അമ്മയ്ക്ക് ദേവഹൂതിയാണ് അമ്മയ്ക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു കുഞ്ഞു വയറ്റിൽ കിടക്കുമ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം. ഇതൊന്നും നമ്മൾ അറിയാതാണ് നമ്മൾ ഓരോന്ന് ഇതൊക്കെ ഒരു ഔട്ട്ഡേറ്റഡ് ആണ്, അല്ലെ സ്റ്റാറ്റസിന് പറ്റാത്തയാണെന്നുള്ള രീതിയിൽ പോകുന്നത് ആൾക്കാർ. പക്ഷെ വെറുതെ പാരായണം ചെയ്ത് പോകാൻ പറയും. നമ്മളിൽ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. അതാണ് ശാസ്ത്രം പഠിക്കുന്തോറും ആ ഒരു മാറ്റങ്ങൾ നമ്മളിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പം അതിനാണ് ഈ ഭാഗവതവും മാഹാത്മ്യവും ആയാലും ഇതെല്ലാം. ഭഗവത്ഗീത ഭാഗവതം പഠിക്കുന്നതിന് മുമ്പ് മാഹാത്മ്യം, അതിലേക്കൊരു ചവിട്ടുപടിയാണ് മാഹാത്മ്യം. എന്തിനാണ് ഇപ്പം മനസ്സിലായില്ല എന്തിനാണ്. അപ്പം ഇതിൽ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളതുണ്ട്. ഓരോ പേരും മരിക്കുമ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി ശ്രാദ്ധ ഊട്ടി ഇവിടെ കൊണ്ടുപോയി ശ്രാദ്ധ ഊട്ടി ഇല്ല. ആ വ്യക്തി തന്നെ വിചാരിച്ചാലേ ഭഗവാനിലെത്താൻ പറ്റും. നമ്മൾ ഇവിടെ ശ്രാദ്ധം അവിടെ ശ്രാദ്ധം ഊട്ടിയെന്ന് വെച്ച് ആ വ്യക്തിക്ക് ഭഗവാനിലെത്താൻ പറ്റില്ല. ആ വ്യക്തിയുടെ കർമ്മങ്ങൾ അനുസരിച്ചാണ്, ആ ഭഗവത് വിചാരം അനുസരിച്ചാണ്. ഇവിടെ അതാണ് പറ്റിയത്. ദുന്ദുകാരി ആ ഭഗവാൻ പ്രേതാവസ്ഥയിൽ ആ ഭഗവാനെ സ്മരിച്ചിരുന്നാണ്, ആ ഭാഗവതം മൊത്തം കേട്ടാണ് ആത്മാവാണ് ഭഗവാനിലേക്ക് പോയി ലയിച്ചത്. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ, നമ്മൾ ഓരോ പേരും മരിക്കുമ്പം നമ്മൾ അവിടെ പോയത് അത് നമ്മുടെ വേക്കില് ആക്ച്വലി, പിന്നെ കുറച്ച് അവരുടെ വേക്കില്, ബിക്കോസ് അവരടുത്ത ജന്മം എടുക്കും. ചില കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ അരിഷ്ടകൾ പറയും 3 വയസ്സ് 5 വയസ്സ് 10 വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് 12 വയസ്സ് വരെ അതിൻ്റെ ആ ഒരിത് വരും. പലർക്കും വരാറുണ്ട്. അപ്പൊ അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ മുജ്ജന്മത്തിലെ ആൾക്കാർ അവരുടെ കർമ്മങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിലാണ് അടുത്ത ജന്മത്തിലെ കുട്ടികൾക്ക് അടുത്ത് വേറെ എവിടെയോ ആയിരിക്കും അല്ലെ, നമ്മളിൽ നിന്ന് പോയി വേറെ എവിടെയോ പോയി ജനിക്കുമ്പം അരിഷ്ടകളായിട്ട് വരുന്നത്. പ്ലസ് നമ്മളുടെ ലൈഫിലും ഇനി ജീവിച്ചിരിക്കുന്നവരുടെ ലൈഫിലും അവരുടെ മക്കൾക്കായാലും ഭാര്യ ആരൊക്കെയാന്ന് വെച്ചാൽ അവരേക്കും പിതൃദോഷം ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഭഗവാനിൽ എത്തണമെങ്കിൽ അത് അവരോട് തന്നെ തീരുമാനിക്കണം. കുട്ടികൾക്ക് വിശക്കുമ്പോൾ അമ്മ ചോറ് കഴിച്ചാൽ ഫുഡ് കഴിച്ചാൽ പോരാല്ലോ അല്ല, അവർ കഴിച്ചാലേ അവർക്ക് അവിടെ വയറ് നിറയത്തോളും. അതുപോലാണ് ഓരോ കാര്യങ്ങൾ. അപ്പം ഈ ശാസ്ത്രം പഠിക്കുകയും എല്ലാവരും അതനുസരിച്ച് ജീവിച്ചു പോയാണ്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, എന്താ പറയുന്ന ജന്മാന്തരേ ആ ഒരു ശ്ലോകം തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേതെന്നാണ് പറയുന്നത്. പെട്ടെന്നൊന്നും ആർക്കും കിട്ടത്തില്ല. പല ജന്മങ്ങളില് ആ ഒരു പുണ്യം കൊണ്ടാണ് നമുക്ക് ഭാഗവതം കിട്ടുന്നത്. അല്ലാതെ എല്ലാവർക്കും ഒന്നും ഭാഗവതം കിട്ടത്തുപോലും ഇല്ല. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേതെന്നാണ് ഭാഗവതത്തെ മാഹാത്മ്യത്തിൽ തന്നെ പറയുന്നത്. അപ്പം നമ്മളുടെയൊക്കെ ഏതോ ഒരു ജന്മങ്ങളിലെ പുണ്യം കൊണ്ടാണ് നമുക്കൊക്കെ ഇത് ശ്രവിക്കാനും പഠിക്കാനും ഒക്കെ കിട്ടിയപ്പം ഇനി വിടാൻ പാടില്ല. അത് പിടിച്ചു മുകളിലുള്ള പുളിക്കൊമ്പ നമ്മൾ ചിലവര് ലവ് മാരേജസ് ഒക്കെ നടക്കുമ്പോൾ നല്ല പുളിക്കൊമ്പയിലാ കയറി പിടിച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ നമുക്കും ആ ഭഗവാന്റെ പുളിക്കൊമ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇനി പിടിച്ചു മുകളിലോട്ട് കയറിക്കോളുക, അത്രയേ ഉള്ളൂ. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒന്നും നോക്കാതെ ഭഗവാനെ മുറുക്കെ പിടിക്കുക. എന്ന് വെച്ച് ഈ ജന്മത്തിൽ എത്തണമെന്നില്ല, നമുക്കറിയില്ല അതൊന്നും. ആ ഭഗവാനിൽ എത്തിച്ചേരുന്നിടം വരെ പുനരപ്പി ജനനം പുനരപ്പി മരണം പുനരപ്പി ജനനി ജഠരേ ശയനം, പിന്നെയും ജനനം, പിന്നെയും മരണം, പിന്നെയും ജനനി ജഠരേ ശയനം എന്ന് വെച്ചാൽ അടുത്ത അമ്മയുടെ ശയനം എന്നുവെച്ചാൽ അമ്മയുടെ വയറ്റിൽ പോയി കിടക്കുക, പിന്നെയും ജനിക്കേണ്ട വയ്ക്കല്. നമ്മളിതൊന്നും പഠിക്കാതെ പോയാൽ ആചാര്യന്മാർ ശാസ്ത്രം പറയുന്നത് എന്താണെന്നറിയോ, അമ്മയ്ക്ക് ഗർഭവേദന ഉണ്ടാക്കാനായിട്ട് മാത്രം ജനിച്ചയാണെന്നാ പറയുന്നത്. ഇതിനകത്ത് മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് ആ ഒരു ഭാഗം പോലും. അപ്പം അതുകൊണ്ട് എല്ലാവരും പഠിക്കുക, നന്നായിട്ട് അതനുസരിച്ച് ജീവിക്കുക. നമ്മുടെ ശാസ്ത്രം എന്തിനാണെന്ന് എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
അതനുസരിച്ച് എല്ലാവരും നമുക്ക് മുന്നോട്ട് പോകാം. ഭഗവാന്റെ കാരുണ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ.